अथ श्री महाभारत कथा। अथ श्री महाभारत कथा। महाभारत कथा। महाभारत कथा। कथा है पुरुषार्थ की, स्वार्थ के परमार्थ की, सार्थ की जिसकी बने श्री कृष्ण भारत पार्थ की। शब्द दिग्घोषित हुआ जब सत्य साधक सर्वथा। शब्द दिग्घोषित हुआ यदा यदा हि धर्मस्य ग्लानिर्भवति भारत, अभ्युत्थानम् अधर्मस्य तदात्मानं सृजाम्यहम् परित्राणाय साधूनां विनाशाय च दुष्कृतां धर्म संस्थापनार्थाय संभवामि युगे युगे। ओम व्यासाय विष्णुरूपाय व्यासरूपाय विष्णवे नमो वै ब्रह्मनिधये वासिष्ठाय नमो नमः. എല്ലാ സജ്ജനങ്ങൾക്കും വിനീതമായ നമസ്കാരം. ഇന്ന് മഹാഭാരതം കിളിപ്പാട്ടിലെ പാതിവൃത്യനിഷ്ഠാസ്ഥാപനം സംഭവപർവത്തിലെ ഒരു ഭാഗമാണ് വ്യാഖ്യാനിക്കുന്നത്. പാണ്ഡവും കുന്തിയും തമ്മിൽ നടക്കുന്ന സംഭാഷണത്തില് അവിടെ പാണ്ഡു കുന്തിയോട് പറയുകയാണ്, ലോകത്തില് മനുഷ്യരെ ദുഷ്കർമ്മമൊന്നും ചെയ്യാതിരിക്കാനായിട്ട് ഒരു മര്യാദ അല്ലെങ്കിൽ ഒരു നിയമം പണ്ട് ഒരു ദിവ്യൻ വരുത്തുകയുണ്ടായി. അത് ഞാൻ പറയാം, നീ കേട്ടുകൊള്ളുക. ഒരിക്കൽ ഉദ്ദാലകൻ എന്ന് പറയുന്ന ഒരു താപസൻ ഉണ്ടായിരുന്നു, ഉദ്ദാലക മഹർഷി. അദ്ദേഹത്തിന്റെ പുത്രനായിക്കൊണ്ട് ശ്വേത കേതു. ആശ്രമത്തില് ഈ ഉദ്ദാലകൻ വളരെ ഭംഗിയായിട്ട് തൻ്റെ ഭാര്യയോടും പുത്രനോടും ഒപ്പം തപസ്സൊക്കെ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുക. ഗ്രീഷ്മത്തിലെ പഞ്ചാഗ്നിമധ്യത്തില് ശിശിരത്തിലെ വെള്ളത്തിന്റെ നടുക്ക് നിന്നുകൊണ്ട് മഴയത്ത് നനഞ്ഞ് ഒക്കെ ഇന്ദ്രിയ നിഗ്രഹം വരുത്തുന്ന ഒരാളായിട്ട് അങ്ങനെ കഴിയുന്ന അവസരത്തിലാണ് പുത്രനാകട്ടെ ശ്വേതകേതു തന്റെ മാതാപിതാക്കളേക്ക് ശുശ്രൂഷിച്ച് പരിചരിച്ച് വളരെ ഭംഗിയായിട്ട് അവരങ്ങനെ ആ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴാണ് ഒരിക്കല് അതിഥിയായിട്ട് ആശ്രമത്തിലേക്ക് ഒരു വയോധികനായിരിക്കുന്ന ബ്രാഹ്മണ ശ്രേഷ്ഠൻ കടന്നു വരുന്നു. ഉദ്ദാലക മഹർഷി അതിഥിയായിട്ടെത്തിയ ബ്രാഹ്മണനെ വേണ്ട രീതിയിലൊക്കെ ആ സൽക്കാരം ഒക്കെ നിർവഹിച്ചു. വേണ്ടുന്ന കൈകനികൾ ഭക്ഷിക്കാനൊക്കെ കൊടുത്തു, ദാഹം തീർക്കാനുള്ള പാനീയം ഒക്കെ നൽകി. അങ്ങനെ അതിഥി സൽക്കാരമൊക്കെ ഗംഭീരമായിട്ട് കഴിച്ചു. വിശപ്പും ദാഹവും ഒക്കെ മാറി വന്ന അതിഥിയുടെ അദ്ദേഹം ഉദ്ദാലകനോട് ചോദിച്ചു, സൂര്യസമാനമായിരിക്കുന്ന തേജസ്സുള്ള ഈ ബാലൻ ആരാണ്? കണ്ടിട്ട് മകനാണ് എന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. അപ്പോൾ അങ്ങ് സത്യം പറയണം എന്ന് ആവശ്യപ്പെട്ടപ്പോഴാണ് ഉദ്ദാലകൻ മറുപടിയായിട്ട് പറഞ്ഞു, എന്നോട് കൂടിയിട്ട് എപ്പോഴും എൻ്റെ ഒരു നിഴല് പോലെ കൂടെയുള്ള ഈ പതിവ്രതയായിരിക്കുന്ന അരുന്ധതിയെ പോലെ പതിവ്രതയായിരിക്കുന്ന ഈ ഭാര്യ, എൻ്റെ പത്നി എന്നെ ശുശ്രൂഷിച്ചു. അങ്ങനെ താമസിക്കുന്ന അവസരത്തിലാണ് എൻ്റെ പുത്രനായിക്കൊണ്ട് ശ്വേതകേതു തപോവിദ്യശീല മുതലായ ഗുണങ്ങളോട് കൂടിയിട്ട് ഉത്ഭവിച്ചത്, ഉണ്ടായത്. ആ സമയത്ത്
ഉദ്ദാലകനോട് ആ ബ്രാഹ്മണൻ പറയുകയാണ്, അങ്ങനെയാണെങ്കിൽ എന്നെയും ഋണവിമുക്ത ആക്കണം ഭഗവാൻ. ഋണത്തിൽ നിന്ന്, കടത്തിൽ നിന്ന് അങ്ങ് എന്നെയും മുക്തനാക്കുക വേണം. ഞാന് മുമ്പ് വിവാഹമൊന്നും കഴിച്ചിട്ടില്ല. ഇനിയിപ്പോ കഴിക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാലോ ജരാനരയൊക്കെ പൂണ്ട് ഒരു വൃദ്ധനായിട്ട് മാറിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ എനിക്ക് ഇനി ആരും കന്യകയെ ദാനം ചെയ്യില്ല. അങ്ങ് ധന്യാത്മാവാണ്, കരുണാശാലിയാണ്. അതുകൊണ്ട് ആ പുത്രനില്ലാത്ത കടത്തിൽ നിന്ന്, പുത്രദുഃഖത്തിൽ നിന്ന് അങ്ങ് എന്നെ രക്ഷിക്കുക വേണം. അതിന് ഞാന് അങ്ങയുടെ പത്നിയെ സ്വീകരിക്കുക. അങ്ങ് ശാന്താത്മാവ്, അത് ക്ഷമിക്കണം. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ആ പത്നിയെ എത്തിച്ചേർന്ന അതിഥിയായിരുന്ന ബ്രാഹ്മണൻ ഒരു മത്തുപിടിച്ച ഭാവത്തോടു കൂടിയിട്ട് ഭർത്താവിന്റെ സമക്ഷത്തിൽ വെച്ചുകൊണ്ട്, പുത്രന്റെ സമക്ഷത്തിൽ വെച്ചുകൊണ്ട് ആ ഋഷിപത്നിയുടെ കൈക്ക് കയറി പിടിച്ചു, അനുവാദമൊന്നും ഇല്ലാതെ. ഈ സമയത്ത് വൃദ്ധനായിക്കൊണ്ട് പുത്രനായ ശ്വേതകേതു മാതാവിന്റെ മറുകൈ പിടിച്ചുകൊണ്ട് ഈ വണ്ണം പറയുകയുണ്ടായി, അല്ലയോ വൃദ്ധനായിരിക്കുന്ന ദ്വിജ, അങ്ങ് അധമ പ്രവൃത്തിയാണ് ഈ ചെയ്യുന്നത്. അങ്ങയുടെ മനോഭാവം മാറിയിരിക്കുന്നു, രാക്ഷസീയമായി മാറിയിരിക്കുന്നു, ബുദ്ധി രാക്ഷസീയമായിരിക്കുക. എൻ്റെ മാതാവ് പതിവ്രതയാണ് എന്ന് മനസ്സിലാക്കുക. അച്ഛനാകട്ടെ ക്ഷമാപരനായിരിക്കുന്ന ബ്രഹ്മവിത്തമനാണ്, ശാപത്തിനും അനുഗ്രഹത്തിനും ശക്തിയുള്ള ആളാണ്, താപസകുലത്തിലെ ശ്രേഷ്ഠനാണ്. അതുകൊണ്ട് ഭവാൻ എൻ്റെ അമ്മയെ വിടൂ, എൻ്റെ അമ്മയെ വിടൂ. ഇത് ഭൂസുരാതമ ധർമ്മമല്ല എന്ന് വീണ്ടും ശ്വേതകേതു പറഞ്ഞപ്പോൾ ആ അതിഥിയായ ബ്രാഹ്മണൻ ശ്വേതകേതുവിനോട് പറയുകയാണ്, ഞാന് ഒരു പുത്രനെ ആഗ്രഹിക്കുന്നവനാണെന്ന് നീ മനസ്സിലാക്കുക. മനസ്സിൽ അങ്ങനെ വിചാരമൊന്നും ഇല്ലാതെയല്ല ഞാന് ഈ പ്രവർത്തിച്ചത്. നിന്റെ പിതാവ് നീ ഉണ്ടായത് മൂലം ഇപ്പോൾ ആ പുത്രദുഃഖത്തിൽ നിന്ന് കരക്കേറിയിരിക്കുക, ഋണമുക്തനായിരിക്കുക. വേദജ്ഞോത്തമനായിരിക്കുന്ന വൃദ്ധനായ ഞാന് ആകട്ടെ ആഗ്രഹങ്ങളൊക്കെ നശിച്ചവനാണ്. അതുകൊണ്ട് എനിക്ക് നിന്റെ അമ്മയെ കൂടുതലായിട്ട് കൂട്ടത്തിൽ താമസിപ്പിക്കണമെന്നൊന്നുമില്ല. ഒരു പുത്രൻ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ നിന്റെ മാതാവിനെ എത്രയും പെട്ടെന്ന് ഞാൻ തിരികെ അയക്കാം. ഇങ്ങനെ ആ വൃദ്ധദ്വിജന്റെ വാക്കുകള് കേൾക്കും തോറും കോപം കൂടിക്കൂടി വന്നു ശ്വേതകേതുവിന്. അങ്ങനെ പുത്രനെ കോപാകുലനായിട്ട് കണ്ടു കഴിഞ്ഞപ്പോൾ ഉദ്ദാലകൻ തൻ്റെ പുത്രനോട് പറയുകയാണ്, മകനെ നീ കോപിക്കുകയൊന്നും വേണ്ട. ഇത് പുരാതനമായിരിക്കുന്നൊരു ധർമ്മമാണ്. താപസന്മാർക്ക്, ദ്വിജന്മാർക്ക്, ദേവന്മാർക്കും ഒക്കെ ഇത് അനുമതം തന്നെയാണ്. ഇത് പിതാവിൻ്റെ ഈ വാക്കുകളെ കേട്ടപ്പോൾ ശ്വേതകേതു ആ കോപം അടക്കാനായിട്ട് അപ്പോഴും സാധിച്ചില്ല. അദ്ദേഹം പറഞ്ഞു, അങ്ങനെയാണ് എങ്കിൽ ഞാൻ ഇന്നു മുതൽ മനുഷ്യർക്ക് എല്ലാവർക്കുമായിക്കൊണ്ട് സങ്കടം തീരുവതിന് ഒരു മര്യാദ സ്ഥാപിക്കുക, നിയമം ഞാനിതാ പ്രഖ്യാപിക്കുക. ധർമ്മക്ഷേത്രത്തില് വിശേഷിച്ച് താപസ ദ്വിജ ദേവസമ്മതമാക മേലിൽ പാതിവൃത്യം വേണം നാരിമാർക്ക് എല്ലാവർക്കും. അങ്ങനെ ഉദ്ദാലക മഹർഷിയുടെ പുത്രനായിരിക്കുന്ന ശ്വേതകേതു ഇങ്ങനെ ഒരു നിയമത്തെ അവിടെ സ്ഥാപിച്ചു. പാതിവൃത്യം നാരിമാർക്ക് വേണം. അപ്പൊ അങ്ങനെ ഒരു അതിർത്തിയെ തിരിച്ചു എന്നാണ്.
അങ്ങനെ അത് ഒരു നിയമമായിട്ട് ശാശ്വതമായി. അപ്പോൾ ഇവിടെ പാണ്ഡു പറയുകയാണ്, പണ്ടിങ്ങനെയൊക്കെ ആചരിച്ചിരുന്നു, അതിലൊരു ദോഷമൊന്നും പറയാനില്ല. നാരിമാർ കേൾക്കേണ്ടത് ഭർത്താവിൻ്റെ വാക്കുകളെയാണ്. അതുകൊണ്ട് ഉത്രാർത്ഥമായിട്ട് എൻ്റെ ആഗ്രഹത്തെ നീ ചെയ്യുകയാണ് വേണ്ടത്. പണ്ടും ഇത് സംഭവിച്ചിട്ടുണ്ട്. സൗദാസൻ എന്ന് പറയുന്ന രാജാവ് മദയന്തി എന്നു പേരായിരിക്കുന്ന തൻ്റെ ഭാര്യയെ വസിഷ്ഠ മഹർഷിക്ക് നൽകിക്കൊണ്ട് ആ മഹർഷിയിൽ നിന്ന് ഒരു പുത്രനെ ജനിപ്പിച്ചു. അശ്മകൻ എന്നു പേരായിരിക്കുന്ന ആള്. മാത്രമല്ല എൻ്റെ ജന്മവും ആ വേദവ്യാസ മഹർഷിയിൽ നിന്ന് ആണ്. അത് പണ്ട് ആചരിച്ചിരുന്നു, ഇപ്പോഴും അത് ഒരു ധർമ്മമാണ് എന്ന്. ഇത്തരം പല പല കഥകൾ പാണ്ഡു ചൊന്ന് ഉത്തമയായിരിക്കുന്ന കുന്തി കേട്ട് കഴിഞ്ഞപ്പോൾ കുന്തി പറയുകയാണ്, പണ്ട് അതിഥികളെയൊക്കെ സൽക്കരിക്കാനായിട്ട് പിതാവ് എന്നെ നിയോഗിച്ച സമയത്ത് ഒരിക്കൽ ദുർവാസാവ് മഹർഷി അവിടെ എത്തിച്ചേർന്നു. അദ്ദേഹത്തിന് മൃഷ്ടാന്ന ഭോജനമൊക്കെ ഞാൻ നൽകിയപ്പോൾ 4 മന്ത്രങ്ങളെ എനിക്ക് ഉപദേശിച്ച് തന്നിട്ടുണ്ട്. ആ മന്ത്രം ഉപയോഗിച്ചുകൊണ്ട് ഞാൻ ആവാഹിച്ചാൽ വിചാരിക്കുന്ന ദേവന്മാര് മുൻപിലേക്ക് വരും, എനിക്ക് വശംവദരായിട്ട് മാറും. ഇങ്ങനെ ദുർവാസാവ് എന്നെ അനുഗ്രഹിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള മന്ത്രം കൊണ്ട് ഞാൻ ആവാഹിച്ചു കഴിഞ്ഞാൽ ഏത് ദേവൻ വേണമെങ്കിലും എന്നെ പ്രാപിച്ചു. അതുകൊണ്ട് ഞാൻ വേണമെങ്കിൽ ദേവന്മാരിൽ നിന്ന് സന്താനത്തെ ഉത്പാദിപ്പിക്കാം. അതല്ല അങ്ങേക്കിനി ബ്രാഹ്മണരിൽ നിന്ന് മതി സന്താനങ്ങൾ എങ്കിൽ അങ്ങനെയും ഞാൻ ചെയ്യാം. എന്താണോ അങ്ങയുടെ ആഗ്രഹം അത് ഞാൻ അനുഷ്ഠിക്കാം എന്നാണ്. അങ്ങയുടെ ആഗ്രഹത്തിനാണ് ഇവിടെ പ്രസക്തി. ഞാൻ രണ്ടിനും സന്നദ്ധയാണ്. ഇപ്രകാരത്തിൽ കുന്തിയുടെ മറുപടി വാക്കുകളൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ പാണ്ഡു പറഞ്ഞു, ഞാൻ ധന്യനായിട്ട് മാറി. അല്ലയോ കുന്തി, നമ്മുടെ വംശം ഇപ്പോൾ നിലനിൽക്കാൻ കാരണം ഇനി നീയാണ്. പിന്നീട് ദുർവാസാവ് മഹർഷിയെ മനസ്സുകൊണ്ട് നമസ്കരിക്കുന്നു പാണ്ഡു. പിന്നീട് കുന്തിയോട് പറഞ്ഞു, ഒരു പുത്രൻ ഉണ്ടാകുന്നു എങ്കിൽ അത് ധർമ്മജ്ഞൻ ആയിരിക്കണമെന്ന്. അതുകൊണ്ട് നീ ധർമ്മരാജാവിനെ ഭരിച്ചിടുക. അങ്ങനെ കുന്തി ദേവി ഭർത്താവിൻ്റെ ആജ്ഞയെ വാങ്ങിക്കൊണ്ട് സന്തോഷമായിട്ട് ഋതുകാലത്ത് സ്നാനമൊക്കെ ചെയ്ത് നല്ല വസ്ത്രങ്ങളൊക്കെ ധരിച്ചുകൊണ്ട് തൻ്റെ ആ മന്ത്രപ്രയോഗത്തിലൂടെ ധർമ്മരാജാവിനെ സ്വീകരിച്ചു. അങ്ങനെ ഗർഭാധാനമൊക്കെ കഴിഞ്ഞു ധർമ്മദേവൻ മറഞ്ഞു. കുന്തിക്ക് ഗർഭമൊക്കെ ഉണ്ടായി. യഥാസമയത്ത് കുറ്റമറ്റ ഒരു പുത്രനെ കുന്തി ദേവി പ്രസവിക്കുന്നു. ഭാസ്കരതുല്യനായ സൂര്യതേജസ്സോട് കൂടിയിരിക്കുന്ന ആ ഒരു പുത്രൻ ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഒരു അശരീരി വാക്യം അവിടെ കേട്ടു, ഭാഗ്യവാനായിരിക്കുന്നവൻ, ധർമ്മജ്ഞന്മാരിൽ ശ്രേഷ്ഠൻ ഇവനാണ്. അപ്പൊ ഇങ്ങനെ പാണ്ഡുവിന് ആദ്യപുത്രനായിക്കൊണ്ട് കുന്തിദേവിയിൽ ധർമ്മരാജാവിൻ്റെ അനുഗ്രഹത്തോടു കൂടിയിട്ട് യുധിഷ്ഠിരൻ ഉണ്ടായ കഥയെ ഇവിടെ വർണ്ണിക്കുന്നു. ബാക്കി ഭാഗം അടുത്ത ദിവസത്തിൽ കേൾക്കാം. എല്ലാവർക്കും ഭഗവത് അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവം ശ്രീകൃഷ്ണപാദാരവിന്ദാർപ്പണമസ്തു.